إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അനുസരിച്ചുകൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരിച്ചു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം വലിയ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട് എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വൈജ്ഞാനികമായി മനുഷ്യന്മാർ വളരെ ഭൗതികമായ വിജ്ഞാനത്തിൽ ഉയർന്നവരാണ്, സാംസ്കാരികമായി ഉയർന്ന തലത്തിൽ ഉള്ളവരാണ് എന്നാണ് വെപ്പ്. അങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യന്റെ സാംസ്കാരികവും സദാചാരപരവും ധാർമ്മികവുമായ മൂല്യങ്ങൾ ദൈനംദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു പച്ചയായ പരമാർത്ഥമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ പറയുന്ന സമൂഹത്തെ മൊത്തമായി ബാധിച്ചിട്ടുള്ള ഇത്തരം തിന്മകൾ മുസ്ലിം ഉമ്മത്തിൽ ഒട്ടും കുറവില്ല എന്നതാണ് നമ്മളെ വേദനിപ്പിക്കേണ്ടതായ കാര്യം. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരായ ആളുകൾ ഒരിക്കലും ബന്ധപ്പെടാനോ പങ്കാളിയാകാനോ പെട്ടുപോകാനോ പാടില്ലാത്തതായ കാര്യങ്ങൾ ഈ ഉമ്മത്തിൽപ്പെട്ടവരായ ആളുകൾ പെട്ടുപോകുന്നു. ഇത്തരം തിന്മകൾ പത്രങ്ങളിലോ മറ്റും വന്നു കഴിഞ്ഞാൽ അതിലേതെങ്കിലും 4 മുസ്ലിമീങ്ങളുടെ പേരുകൾ ഉണ്ട് എന്നതാണ് നമ്മളെ എപ്പോഴും സങ്കടപ്പെടുത്തേണ്ടതായ കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിൽ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവുമില്ല. സാമ്പത്തികമായി ഉയർന്നവരാണ്, വൈജ്ഞാനികമായ രംഗങ്ങൾ ഒരുപാട് മികച്ചവരാണ്. നാടുനീള പള്ളികളുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവ് 5ഉം 8ഉം പള്ളികളുള്ള, മതസ്ഥാപനങ്ങളുള്ള, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള, മദ്രസകളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഇതൊക്കെയും ഈ കാര്യത്തിലൊക്കെ സമുദായത്തിന് വലിയ ശ്രദ്ധയുമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും, ഈ പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടും, ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കുറ്റകൃത്യങ്ങളിലും തിന്മകളിലും മുസ്ലിമീങ്ങളായ ആളുകളുടെ പേരുകൾ കണ്ടുവരുന്നു എന്ന ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി മാറേണ്ടതുണ്ട്. ഇവിടെ
അറിവ് ഉണ്ടായി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമില്ല. ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ അറിയുക എന്നതല്ല പ്രധാനം. അറിവ് ഇബ്ലീസിനും ധാരാളമായി കിട്ടിയിട്ടുണ്ട്. ഇബ്ലീസ് പഴിച്ചു പോകാൻ കാരണം എന്താണ്? അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവുണ്ട്. അറിവ് ഉള്ള ഒരാൾ അറിവിനെ പ്രയോഗവൽക്കരിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോഴാണ് അറിവാകുന്നത്. ഒരു തെറ്റായ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുവെങ്കിൽ, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുന്ന അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ അറിവ് പ്രയോജനപ്പെട്ടില്ല എന്നാണ് അർത്ഥം. ഒരു നല്ല കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ നല്ല കാര്യം ഒരാൾക്ക് ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ നല്ലതാണ് എന്ന അറിവ് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അയാൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ അറിവല്ല പ്രധാനം, അറിവ് ജീവിതത്തിന്റെ ഭാഗമാക്കലാണ്. ദീനുൽ ഇസ്ലാം വ്യതിരിക്തമായി തീരുന്നത് മനുഷ്യന് നൽകിയിട്ടുള്ള സവിശേഷമായ ചില ആദാബുകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുലർത്തേണ്ടതായ കുറെ അദബുകളുണ്ട്, കുറെ മര്യാദകളുണ്ട്. അത് അറിവിന്റെയും അപ്പുറമാണ്. ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട അദബുകൾ വളരെ പ്രാധാന്യമറിയുന്ന കാര്യമാണ്. ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ, പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ, പള്ളിയിൽ ആയിരിക്കുമ്പോ എന്തെല്ലാം ആദാബുകൾ അയാൾ പാലിക്കേണ്ടതുണ്ട്, ആ അദബുകൾ പാലിക്കണം. ഒരാൾ സാമൂഹ്യമായി ഇടപെടുമ്പോ എന്തൊക്കെ ആദാബുകളുണ്ട്, ആ ആദാബുകൾ അയാൾ പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പാലിക്കപ്പെടേണ്ട കുറെ അദബുകളുണ്ട്, മര്യാദകളുണ്ട്. ആ മര്യാദകൾ അയാൾ പാലിച്ചിരിക്കണം. ഈ മര്യാദകളൊന്നും പാലിക്കപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ധാർമ്മികവും സദാചാരവുമായ പിഴവുകളും പെശകുകളും പരാജയങ്ങളും മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂർ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. ഈ സൂറത്തു നൂറിലൂടെ പരാമർശിക്കപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മൾ പഠന വിധേയമാക്കി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിന്മകൾ എന്തൊക്കെയാണ്, ആ തിന്മകളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ തിന്മകൾ ഇല്ലാതാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് അതിൽ പ്രധാനമായും പരാമർശിച്ചു പോകുന്ന കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യൻ പരസ്പരം ഇടപെടുമ്പോൾ, ഒരു വീടുമായി ഇടപെടുമ്പോൾ, അന്യനുമായി ഇടപെടുമ്പോൾ പാലിക്കപ്പെടേണ്ട കുറെ മര്യാദകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇവിടെ സൂറത്തു നൂറിൽ പ്രധാനമായും പറയുന്നൊരു കാര്യം അനുമതി ചോദിക്കുക, ആദാബുൽ ഇസ്തിഅ്ദാൻ, അനുമതി ചോദിക്കുന്നതിന്റെ മര്യാദകൾ എന്തൊക്കെയാണ് എന്നവിടെ പരാമർശിച്ചതായി കാണാൻ പറ്റും. ഞാൻ ഓതി വെച്ചിട്ടുള്ള ആയത്തതാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകളെ, മുഅ്മിനീങ്ങളെ, കാഫിരീങ്ങളെ എന്നല്ല, വേറെ ആരെയല്ല, മുഅ്മിനീങ്ങൾക്ക് നൽകേണ്ടതായ ആദാബുകളെ കുറിച്ചാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. വീട് എന്ന് പറഞ്ഞാൽ അവനവന്റെ വീട് അവനവന് സ്വാതന്ത്ര്യത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഒരു സ്ഥലമാണ് അവനവന്റെ വീട് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അന്യന്റെ വീടുകളെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല, അവിടെ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. അവിടെ പ്രവേശിക്കണമെങ്കിൽ ചില മര്യാദകൾ പാലിക്കണം. അതെന്താണ് മര്യാദ? ഹത്താ തസ്തഇനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങൾ അവിടെ പോകുമ്പോ ഒന്നാമതായി നിങ്ങൾ അനുമതി ചോദിക്കണം. ഞാൻ അകത്തേക്ക് കടക്കട്ടെ എന്ന് അനുമതി ചോദിക്കണം. വതുസല്ലിമു അലാ അഹ്ലിഹാ, ആ വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയുകയും വേണം. മുസ്ലിമീങ്ങളാണ് എങ്കിൽ പാലിക്കപ്പെടേണ്ട മുസ്ലിമീങ്ങളുടെ നിർദ്ദേശമാണ്. മുസ്ലിമീങ്ങളാണ് എങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സലാം പറയണം, അനുമതി ചോദിക്കണം. എന്തിനാണ് ഇങ്ങനെ അനുമതി ചോദിക്കണം എന്നൊരു നിയമം വെച്ചിരിക്കുന്നത്? വീട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവൻ ധരിക്കുന്ന വസ്ത്രം പോലെയാണ്. എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം ധരിക്കുന്നത് ഒന്ന് മനുഷ്യനെ അഴക് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്, എന്റെ ന്യൂനതകളെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്. നമ്മൾ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള ന്യൂനതകൾ പലതും ഉണ്ടാവും. ആ ന്യൂനതകളൊന്നും മറ്റുള്ള ഒരാളും അറിയാൻ പാടില്ല. അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട് എന്ന് പറഞ്ഞാൽ, വീട് ഒരു രഹസ്യ കേന്ദ്രമാണ്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം രഹസ്യമുള്ള ഒരിടമാണ് അവനവന്റെ വീട് എന്ന് പറഞ്ഞാൽ. ആ വീട്ടിന്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർ അറിയാൻ ആരാഗ്രഹിക്കുന്നില്ല, കുടുംബത്തിലുള്ളവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അറിയാതെ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ
വെളിപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആണ് എന്തിന് ഇങ്ങനെ നിയമം വെച്ചിട്ടുള്ളത്. അനുമതി ചോദിച്ചുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അത് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന് അതിൻ്റെതായ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബനൂ ആമിർ വർഗത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരുന്നു. ഫഖാല, അയാൾ വന്നുകൊണ്ട് പറയുന്നു, അലീജ്, ഞാൻ പ്രവേശിച്ചോട്ടെ, വീട്ടിലേക്ക് കടന്നോട്ടെ എന്ന് അയാൾ ചോദിക്കാൻ. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഖാദിമി, ഇത് കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹ് തന്റെ സേവകനായ ആളോട് പറഞ്ഞു, ഉഖ്റുജ്, നീ ചെന്നു നോക്ക്, ഇലാ ഹാദാ, ഈ പറഞ്ഞ വ്യക്തിയിലേക്ക്, ഫഅല്ലിംഹു, എന്നിട്ട് അയാൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കും, അൽ ഇസ്തിഇദാൻ, എങ്ങനെയാണ് അനുമതി ചോദിച്ച് പ്രവേശിക്കേണ്ടത് എന്ന കാര്യം അയാൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്ക് എന്ന് തന്റെ സേവകനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഫഖുൽ ലഹു, നീ അയാളോട് പറയേണ്ടത് എന്താ? ഖുൽ, നീ പറയണം, അസ്സലാമു അലൈക്കും അദ്ഖുൽ, സലാം പറയാ, എന്നിട്ട് ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കണം. അങ്ങനെ നീ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫസമിയഹു അർറജുൽ, പുറത്തു നിൽക്കുന്നവനായ ആള് ഇത് കേട്ടു. ഫഖാൽ, അപ്പൊ അയാൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും അദ്ഖുൽ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കേട്ടപ്പോ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെയാണ് വേണ്ടതെന്ന്. അയാൾ ഉടനെ എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും അദ്ഖുൽ, ഞാൻ പ്രവേശിച്ചോട്ടെ എന്ന്. ഫഅദിന ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അനുമതി കൊടുത്തു. ഫദഖല, അങ്ങനെ അയാൾ വീട്ടിലേക്ക് കയറി. ഈ പറയുന്ന മര്യാദ പാലിക്കുന്ന എത്ര ആളുകൾ കുടുംബാന്തരീക്ഷത്തിൽ നിന്നുണ്ട്? ഒരു കുടുംബവുമായി ഒരു വീടുമായി ബന്ധപ്പെടുമ്പോ ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഈ അദബ് മുറുകെ പിടിക്കുന്നവരായ എത്ര ആളുകൾ ഇന്ന് ദുനിയാവിലുണ്ട്? സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാമൂഹ്യ മാറ്റങ്ങൾക്കനുസരിച്ച് ദീനുൽ ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുക എന്നൊരവസ്ഥ ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അദ്ദേഹം വന്നിട്ട് 3 തവണയായി ചോദിച്ചു, ഞാൻ അകത്തേക്ക് കടക്കട്ടെ. അനുമതി കിട്ടിയില്ല. അദ്ദേഹം തിരിച്ചുപോയി എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം വന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹം അനുമതി ചോദിക്കുന്നത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഉടനെ തന്നെ ആരാണ് വന്നത് എന്ന് പോയി നോക്കാൻ വേണ്ടി ചില ആൾക്കാരോട് ആവശ്യപ്പെട്ടു. അവര് വന്നു നോക്കിയപ്പോഴേക്കും അബൂ മൂസൽ അശ്അരി അവിടുന്ന് സ്ഥലം വിട്ടിരുന്നു, അയാൾ പോയിരുന്നു. പിന്നീട് ഒരിക്കൽ വീണ്ടും അബൂ മൂസൽ അശ്അരി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നപ്പോ അദ്ദേഹം ചോദിച്ചു, മാ റജഅക, നീ വന്നിട്ട് എന്തേ പോയി കളഞ്ഞത്? നിന്നെ മടക്കിക്കളഞ്ഞ സംഗതി എന്താണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇദസ്തൈദന അഹദുകും സലാസൻ, ഒരു വീട്ടിന്റെ അരികിൽ വന്നുകൊണ്ട് ഞാൻ പ്രവേശിച്ചോട്ടെ എന്ന് 3 തവണ ഒരാൾ അനുമതി ചോദിച്ചു. എന്നിട്ട് ഇദസ്തൈദന അഹദുകും സലാസൻ ഫലം യുഅ്ദൻ ലഹു, അയാൾക്ക് അനുമതി കിട്ടിയിട്ടില്ല എങ്കിൽ ഫൽയൻസരിഫ്, അയാൾ അവിടുന്ന് പോണം, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങയുടെ വീട്ടിൽ വന്ന് 3 തവണ അനുമതി ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ പോയത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് പുതുമയായി. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം അദ്ദേഹം കേട്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയാം, ലതഅതിയന്ന അലാ ഹാദാ ബയ്യിന, നീ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ തെളിവ് നീ ഹാജരാക്കണം. വഇല്ല ഔജഉക ലർബ, അതില്ലെങ്കിൽ അടിച്ചിട്ട് നിന്നെ ഞാൻ വേദനയാക്കും എന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന കാര്യം നീ വ്യക്തമായ തെളിവ് എനിക്ക് കൊണ്ടുതന്നിട്ടില്ല എങ്കിൽ നിനക്ക് അടി കിട്ടും എന്റെ അടുക്കുന്ന. അങ്ങനെ അദ്ദേഹം പോയി അന്വേഷിച്ചപ്പോ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയാത്തവരായ ആളുകൾ അവിടെ ഇല്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, ഒരു വീട്ടിൽ ചെല്ലുമ്പോ 3 തവണ അനുമതി ചോദിക്കണം, അനുമതി ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോകണം എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉമർ ഖത്താബ് മാത്രം അത് കേട്ടില്ല. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിനോട് പറഞ്ഞു കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അൽഹാനി അൻഹു അസ്സഖബ് ബിൽ അസ്വാഖ്,
അങ്ങാടിയിലുള്ള ബഹളങ്ങളിൽ പെട്ടുപോയതുകൊണ്ട് ആ ബഹളം ഈ കാര്യത്തിൽ നിന്ന് എന്നെ തിരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നിർദ്ദേശിച്ച ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്റെ അങ്ങാടിയിലുള്ള ഇടപാടുകൾ കൊണ്ട് എനിക്കിത് കേൾക്കാൻ നേരം കിട്ടിയില്ല എന്നാണ് ഖത്താബ് പറഞ്ഞത്. അതായത് സഹാബിയാണ് എന്നതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളുന്നില്ല. അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അറിയുന്നവർക്ക് അത് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്ന നിലപാടായിരുന്നു സഹാബത്തിനുണ്ടായിരുന്നത് എന്നും ഈ പറഞ്ഞ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഇത് ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു വീടുമായി ബന്ധപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അദബുകളിൽപ്പെട്ടതാണ്. ആ അദബിൽ നിന്നും ഒരാൾ പിന്നോട്ട് പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ മനുഷ്യന് സംഭവിക്കുന്ന ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണം. ഈ അദബുകളൊന്നും ഒരാൾ പാലിക്കുന്നില്ല. എത്രയെത്ര ഹദീസുകളിലൂടെയാണ് ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ നടപടി എന്താണ്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ ബാബ ഖൗമിൻ, ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ വാതിൽക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയാൽ ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖാഇ വജ്ഹി, ആ വാതിലിന്റെ നേരെ അഭിമുഖമായി റസൂൽ നിൽക്കുമായിരുന്നില്ല. ഇതാണ് അദബ്. ഒരു വീട്ടിൽ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നേർക്ക് നേരെ അനുമതി ചോദിക്കുമ്പോ വീടിന്റെ നേർക്ക് നേരെ അഭിമുഖമായി നിൽക്കാറില്ല, നിൽക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹിന്റെ നടപടി. എന്താ? വലാകിൻ മിൻ റുക്നിഹി അൽ ഐമൻ വൽ ഐസർ, ആ വീടിന്റെ ആ വാതിലിന്റെ ഇടഭാഗത്തേക്കോ വലഭാഗത്തേക്കോ മാറി നിൽക്കും, നേരെ അഭിമുഖമായി നിൽക്കൂല. എന്തുകൊണ്ടാണ് നിൽക്കാതിരിക്കാൻ കാരണം? അവിടെ നിന്ന് വരുന്നവനായി ആളാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് നോക്കാൻ പറ്റിയ ആളാണോ, നമുക്ക് കാണാൻ പറ്റിയ ആളാണോ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ അവസ്ഥയിലാണോ അയാൾ, അതൊന്നറിയില്ല. ഒരുപക്ഷേ വസ്ത്രം മര്യാദക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ഒരാള് കുപ്പായം ഇട്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരാള് നേർക്ക് നേരെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വഷളത്തരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എത്രമാത്രം സൂക്ഷ്മമായ ഒരു സമീപനമാണിത്. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു അദബ് ഇന്ന് ഈ ഉമ്മത്തിൽപ്പെട്ടവരായ ആളുകൾ പരിപാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നാട്ടിന്റെ മാറ്റങ്ങളുടെ കുത്തൊഴുക്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കപ്പെട്ടു പോയി എന്നതാണ്. ഇന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ വിശദമായിട്ടാണ് ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്. ഇനി ഒരു വീട്ടിലൊരാൾ പോയി ഫൈലം തജിദു ഫീഹാ അഹദ, ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുകയാണ്, അവിടെ ആരെയും നമ്മൾ കാണുന്നില്ല എങ്കിൽ ഫലാ തദ്ഖുലൂഹാ, ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പ്രവേശിക്കാൻ പാടില്ല. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി കിട്ടുവോളം. നമ്മളൊരു വീട്ടിൽ പോകുന്നു, അവിടെ ആൾതാമസമൊന്നുമില്ല, ആരും ഇല്ലാത്തൊരു വീടാണ്. അങ്ങനെയുള്ള വീടാണെങ്കിലും ശരി, ഇവിടെ ആളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറാൻ പാടില്ല, അവരെ മുട്ടി നോക്കാൻ പാടില്ല, എത്തി നോക്കാൻ പാടില്ല. അത്തരം തിന്മകളൊന്നും ചെയ്യാൻ ഒരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് പാടില്ലാത്തതാകുന്നു. ഇനി ഒരാൾ പറയാണ് എന്റെ വീടാണ്, എന്റെ അധീനതയിലുള്ള വീടാണ്, ആ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്നൊരു വസ്തുവുണ്ട്, അയാൾ നമുക്ക് താക്കോല് തരുന്നു, നീ തുറന്നുപോയി എടുത്തുകൊണ്ടുവാ എന്ന് പറഞ്ഞാൽ അത് അനുമതിയാണ്. അങ്ങനെ ഒരു അനുമതി ഇല്ലാതെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ പോയാൽ എന്തൊക്കെ ഉണ്ടാകും? പലതരത്തിലുള്ള ഫിത്നകൾ ഉണ്ടാവും. ഒരാളുടെ അനുമതി ഇല്ലാതെ മറ്റൊരുത്തന്റെ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഗതികളാണ്. അത് പലതരത്തിലുള്ള സംശയങ്ങൾക്ക് കാരണമാകും. ആ സംശയങ്ങളാകട്ടെ കുടുംബങ്ങൾ തമ്മിലും വീട്ടുകാർ തമ്മിലും അകലാനുള്ള കാരണമാകും. ഒരുപാട് ഫസാദുകൾ അതിന്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി നൽകപ്പെടുവോളം നിങ്ങൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല. ഇനി ഫൈൻ ഖീല ലക്കും ഇർജിഊ ഫർജിഊ, അങ്ങനെ വീട്ടിൽ നമ്മൾ ചെന്നു, വീട്ടുകാരൻ പറയാണ് നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ നമ്മളൊരു വീട്ടിൽ ചെല്ലുകയാണ്, ആ വീട്ടുകാരൻ നമ്മളോട് പറയുന്നു ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? നമ്മൾ അയാളെ കുറിച്ച് എന്തൊക്കെ വിചാരിക്കും? പക്ഷെ ഖുർആന്റെ കൽപ്പന എന്താ? നിങ്ങളോട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ വരണ്ട, അല്ലെങ്കിൽ നാളെ വന്നാൽ മതി, പിന്നെ വരൂ എന്നാണ് കുടുംബത്തിലുള്ള വീട്ടിലുള്ള ആള് പറയുന്നതെങ്കിൽ ഉടനെ തിരിച്ചു പോയിക്കൊള്ളണം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വലാ തംതനിഉ മിനർ റുജൂഇ, മടങ്ങിപ്പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വൈമനസ്യം കാണിക്കാൻ പാടില്ല. വലാ തഗ്ളബു മിൻഹു,
അത് പറഞ്ഞതിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കാൻ പാടില്ല. ഞാൻ എവിടുന്നോ വരുമല്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കാനും പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? മടങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോവന്നെ, അതാണ് ചെയ്യേണ്ടത്. ഹുവ അസ്കാലക്കും, അങ്ങനെ ചെയ്യലാകുന്നു നിങ്ങളുടെ പരിശുദ്ധിക്ക് നല്ലത്, നിങ്ങൾക്ക് വിപത്തുകൾ വരാതിരിക്കാൻ, അതുകൊണ്ടുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നല്ലത് ആ കൽപ്പന മാനിക്കലാകുന്നു. ഹുവ അസ്കാലക്കും എന്ന് പറഞ്ഞാൽ അശദ്ദു ലിതത്ഹീരിക്കും മിനസ്സയ്യാത്ത്, തിന്മ നിങ്ങളെ വന്നു ബാധിച്ച് നിങ്ങൾ മോശക്കാരനാകാതിരിക്കാൻ നല്ലത് അതാണ്. ഹസനത്ത് കൊണ്ട് നിങ്ങൾ നന്നാകാനും നല്ലത് അതാണ്, അങ്ങനെ ചെയ്യലാകുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വഹുവ അസ്കാലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം, തീർച്ചയായും അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ്. അള്ളാഹ് നന്നായിട്ട് അറിയുന്നു നിങ്ങൾ എന്ത് ഉദ്ദേശത്തിൽ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളെ മനസ്സാദ്യം തന്നെ നന്നാകണം, മനസ്സ് പരിശുദ്ധമാകണം. മനസ്സ് പരിശുദ്ധമല്ലെങ്കിൽ ഈ പറയുന്നത് കൊണ്ടൊക്കെ ഒരുപാട് വിപത്തുകൾ മനുഷ്യന് വരാനുണ്ട്. അത് ഈ പറയുന്ന ആദാബുകൾ പരിരക്ഷിക്കപ്പെടുക എന്നതാണ് തിന്മയിൽ മൂക്കുകുത്തിക്കാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം. വീണ്ടും പറയുന്നു, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ. ഇനി വേറൊരു സന്ദർഭം പറയുമ്പോ എല്ലാം പറയണല്ലോ. എന്താ പറയുന്നത്? ലൈസ അലൈക്കും ജുനാഹ്, നിങ്ങൾക്ക് തെറ്റോ കുറ്റങ്ങളോ ഇല്ല. അൻ തദ്ഖുലൂ ബുയൂതൻ, നിങ്ങൾ ചില വീടുകളിൽ പ്രവേശിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റില്ല. ഗൈറ മസ്കൂനത്തിൻ, താമസമില്ലാത്ത, താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടല്ലാത്ത വീട്. ഗൈറ മസ്കൂനത്തിൻ, താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലാത്ത വീട്. അതെന്താണ്? ഗൈറു മുഅദ്ദത്തിൻ ലിസ്സുഖ്നാ തായിഫത്തിൻ മുഅയ്യന മിനന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് പ്രത്യേകിച്ച് താമസത്തിന് വേണ്ടി മാത്രമായി ഉണ്ടാക്കിയത് അല്ലാത്തതായ വീടുകൾ. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? പഴയ കാലങ്ങളിലൊക്കെ ദീർഘയാത്രകൾ ചെയ്യുന്നവരായ ആളുകൾ നടന്നിട്ടാണ് സഞ്ചരിക്കുക. നടന്ന് സഞ്ചരിക്കുന്നവരായ ആളുകൾക്ക് മഴയുള്ള കാലത്തോ കൊടിയ വേനൽക്കാലത്തോ കയറി നിൽക്കാൻ വേണ്ടി സത്രങ്ങൾ ഉണ്ടായിരുന്നു. വഴിയമ്പലങ്ങൾ എന്നൊക്കെ പറയുന്ന സത്രങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി, എല്ലാ മനുഷ്യന്മാരുടെയും പൊതു ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ നിങ്ങൾ അനുമതി ചോദിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അത് എല്ലാവർക്കും ഉള്ളതാണ്, അവനവന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അന്തദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ ഫീഹാ മതാഉൻ ലക്കും, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില മതാവുകളുണ്ട്, നിങ്ങളുടെ സൗകര്യങ്ങളുണ്ട്. അതോ നിങ്ങൾക്ക് കയറി വിശ്രമിക്കാനുള്ള ഇടമാണ്, അതുപോലെ വേറെ സൗകര്യങ്ങൾക്ക് വേണ്ടി പണിതതാണ്. എങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോ അനുമതി ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റില്ല. വല്ലാഹു യഅലമു മാ തുബ്ദൂൻ വമാ തക്തുമൂൻ, അള്ളാഹു നിങ്ങൾ പ്രകടമാക്കി വെക്കുന്ന സംഗതി എന്തെന്നും അറിയാം, അള്ളാഹ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന ദുഷ്ടത എന്തെന്നും അള്ളാഹ്ക്ക് നന്നായി അറിയാം. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. വീണ്ടും പറയുന്നു, ഇനി ഈ പറഞ്ഞതൊക്കെ അന്യന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളല്ലാത്ത അന്യ വീടുകൾ, അന്യന്മാരായ ആളുകൾ, അവിടെയുള്ള അങ്ങനെയുള്ള ആളുകളുമായുള്ള ബന്ധങ്ങളിലും അത്തരം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പാലിക്കപ്പെടേണ്ട മര്യാദകൾ എന്ന നിലയിൽ ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ അവനവന്റെ സ്വന്തം വീട്ടിലുണ്ട്. അവനവന്റെ സ്വന്തം വീടുകളിൽ പാലിക്കപ്പെടേണ്ട കുറെ അനുമതിയുടെ മര്യാദകളെ കുറിച്ച് ഖുർആൻ പറയുന്നു. അതും സൂറത്തുൻ നൂറിൽ പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരായ ആളുകളെ, ലയസ്തഇദിനകുമുല്ലദീന മലക്കത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരായ നിങ്ങളുടെ അടിമകളാകട്ടെ, വല്ലദീന ലം യബ്ലുഗു അൽ ഹുൽമ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളാകട്ടെ, അവർ നിങ്ങളോട് അനുമതി ചോദിക്കണം. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലെ നിങ്ങൾ മാതാപിതാക്കന്മാര് വസിക്കുന്നതായ റൂം, അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാര് വസിക്കുന്നതായ റൂം, ആ റൂമിന്റെ ഉള്ളിലേക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരുമ്പോ അവരെന്ത് ചെയ്യണം? അനുമതി ചോദിക്കണം. വീട്ടിന്റെ ഏറ്റവും പെട്ട അവിഭാജ്യ ഘടകമായിട്ടുള്ള അവിടുത്തെ ഭൃത്യന്മാരായ ആളുകൾ അഥവാ അടിമകളായ ആളുകൾ, അവരും എന്ത് ചെയ്യണം? അനുമതി ചോദിച്ചിട്ടേ പ്രവേശിക്കാൻ പാടുള്ളൂ. എപ്പെന്നറിയോ? സലാസ മറാത്ത്, 3 അവസരങ്ങളിൽ, 3 സന്ദർഭങ്ങളിൽ അവരെ അനുമതി ചോദിച്ചേ പ്രവേശിക്കാൻ പാടുള്ളൂ. അതിലൊന്നതാ മിൻ ഖബലി സലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരം, സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയം എല്ലാവരും എണീക്കും. എണീറ്റിട്ട് എന്ത് ചെയ്യും? ആ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറും.
നമ്മള് കിടന്നുറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ മാറി പുതിയ വേറെ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കും. പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കണം, ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വസ്ത്രം മാറുന്ന സമയമാണ്. ആ സമയത്ത് ഈ പറഞ്ഞ ആളുകൾ അനുമതിയോടുകൂടിയേ പ്രവേശിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വഹീന തളഊന സിയാബകും മിനൽ ലഹീറ, അറബികളെ സംബന്ധിച്ചിടത്തോളം ഉച്ചയുറക്കത്തിന്റെ ആളുകളാണ്. ഉച്ചയ്ക്ക് ഉറങ്ങും, അതിനാണ് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയാം. അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ആ സമയത്ത് ഉറങ്ങാന്നുള്ളവർക്ക് നിർബന്ധമായ ഒരു സംഗതിയാണ്. അങ്ങനെയുള്ളൊരു സമയത്തും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വസ്ത്രം ഒഴിവാക്കിക്കൊണ്ട് ഉറങ്ങും. സാധാരണ നമ്മൾ പുറത്തു പോകുമ്പോ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്ത സമയമാണ്. ആ സമയത്തും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കുട്ടികളാകട്ടെ അടിമകളാകട്ടെ അനുമതി ചോദിക്കണം. ഫമിൻ സലാത്തിൽ ഇശാ, ഇനി ഇശാസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തോ അവിടെയും ആ സന്ദർഭത്തിലും വല്ല ആവശ്യങ്ങളും അവിടേക്ക് പ്രവേശിക്കേണ്ടതുണ്ടെങ്കിൽ അനുമതി ചോദിച്ചുകൊണ്ടേ പ്രവേശിക്കാൻ പാടുള്ളൂ. സലാത്തു ഔറാത്തിലക്കും, നിങ്ങളുടെ 3 ഗോപ്യമായ അവസരങ്ങളാകുന്നു ഇത്. നിങ്ങൾക്ക് എന്തുള്ള പ്രൈവസിയുള്ള, വളരെ പ്രൈവസിയുള്ള പ്രത്യേകമായ 3 സമയങ്ങളാകുന്നു ഇത്. ആ സമയത്ത് ഈ പറഞ്ഞവരായ ആളുകളും അനുമതി ചോദിച്ചേ പ്രവേശിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പറയുന്നു ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹ്, നിങ്ങൾക്കോ അവർക്കോ തെറ്റില്ല, കുറ്റങ്ങളില്ല. ബൈദഹുന്ന, ഈ സമയങ്ങളല്ലാത്ത സമയത്ത്, ഈ 3 പ്രത്യേകമായ സമയങ്ങളിലെ പ്രായമെത്താത്ത കുട്ടികളും അടിമകളും അനുമതി ചോദിക്കേണ്ടതുള്ളൂ, അല്ലാത്ത സമയത്ത് ചോദിക്കേണ്ടതില്ല. കാരണം എന്താ? തവ്വാഫൂന അലൈക്കും ബഅലുക്കും അലാ ബഅൽ, അവർ നിങ്ങളെ ചുറ്റിക്കറങ്ങി നടക്കുന്നവരാണ്. വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും പെരുമാറേണ്ടവരായ ആളുകളാണ്. അവർക്ക് എല്ലാ സമയത്തും ഒരു നിയന്ത്രണം കൊണ്ടുവരാന്നുള്ളത് കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അല്ലാത്ത സമയത്ത് അവർ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊന്നില്ല, തെറ്റില്ല. എന്നിട്ട് പറയുന്നത് എന്താണ്? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു തആല അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ്. എന്തിന്? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന ഏതെങ്കിലും ഒരു വീട് മുസ്ലിമിന്റെ വീട്ടിലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പറഞ്ഞ ഈ നിയമങ്ങൾ, ഈ ആദാബുകൾ ഇതേപോലെ പരിപാലിക്കപ്പെടുന്ന ഏത് വീടാണ് മുസ്ലിമീങ്ങൾക്കായിട്ടുള്ളത്? ഇല്ല. ഇല്ലാത്തത് നമ്മളിവിടെ നടപ്പാക്കി കൊണ്ടുവരണം. അതില്ലാത്ത കുട്ടികളാകുമ്പം തന്നെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ ഇതൊക്കെ പരിശീലിക്കപ്പെടാത്തത് കൊണ്ടാണ് ഫിത്നകൾ കൂടാനുള്ള കാരണം. വല്ലാഹു അലീമുൻ ഹകീം, അള്ളെല്ലാം അറിയുന്നവനാണ്. എന്താ വേണ്ടത്, എന്താ വേണ്ടാത്തത്, ആർക്കൊക്കെ എന്ത് നിയമ വേണ്ടത്, എവിടേക്കൊക്കെ എന്ത് നിയമ വേണ്ടത്, അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അവൻ ഹക്കീമാണ്, ഹിക്മത്തനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. വീണ്ടും പറയുന്നു. ഇനി അടുത്ത ആൾക്കാർ അതാരാണ്? വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ. ഇനി നിങ്ങളെ കുട്ടികൾ, ആ കുട്ടികൾ പ്രായം തികഞ്ഞവരാണെങ്കിലോ, പ്രായപൂർത്തിയായ മക്കളാണ് നിങ്ങളുടെ മക്കളെങ്കിൽ ഫൽയസ്തഇദിനൂ, അവരെപ്പോഴും അനുമതി ചോദിക്കണം. മറ്റൊരു വീട്ടിൽ, അതായത് പിന്നെ മാതാപിതാക്കന്മാര് അവരുടെ റൂമാകട്ടെ, അല്ലെങ്കിൽ വീട്ടിന്റെ ജ്യേഷ്ഠാനുജന്മാരുടെ റൂമാകട്ടെ, അവിടെയൊക്കെ അവരുടേതായ ഒരു പ്രൈവസി ഉണ്ട്. അതിന് ഭംഗമായി തീരുന്ന വിധത്തിൽ മറ്റുള്ളവർ പ്രവേശിക്കാൻ പാടില്ല. വീട്ടിലുള്ള ആൺമക്കളോ പെൺമക്കളോ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ദീനുൽ ഇസ്ലാം നിയമം വെച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് ഈ നിയമം വെച്ചത്? ഇതൊക്കെ പരിപാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ നാട്ടിൽ ഫസാദ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദാബുകൾ, ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആദാബുകൾ അതേപോലെ നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഫിത്നകളിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ചും സൂറത്തുൻ നൂറിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തദ്ഖുലൂ ബുയൂതൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തആം, ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആ ക്ഷണത്തിന്റെ ഭാഗമായിട്ടല്ലാതെ നിങ്ങൾ അവിടെ പ്രവേശിക്കരുത് എന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, അറിയോ? ഇനി അതല്ലാത്ത വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അവിടെ കയറേണ്ടി വന്നാൽ, അവിടെ ഉമ്മഹാത്തുൽ മുഅ്മിനീകൾ മാത്രമുള്ള ഒരു സമയത്താണ് എങ്കിൽ, അവിടെ നിങ്ങൾക്ക് വല്ല കാര്യങ്ങളും നേടേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈദാ സഅൽതുമൂഹുന്ന മതാഅൻ, അവിടെയുള്ള വല്ല സാധനം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്, വല്ല പാത്രങ്ങളോ വല്ല സംഗതികളോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് ചോദിക്കണം. ഫൈദാ സഅൽതുമൂഹുന്ന ശൈഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, നിങ്ങൾ നേരെ അഭിമുഖമായി നിന്ന് ചോദിക്കരുത്. ഒരു മറയിൽ നിന്നുകൊണ്ട്, മാറി നിന്നുകൊണ്ട് അവരോട് വല്ല കാര്യങ്ങളും ചോദിക്കാൻ പാടുള്ളൂ. ദാലികും അത്ഹാറു ലിഖുലൂബികും,
അതാകുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിക്ക് നല്ലത്. വഖുലൂബിഹിന്ന, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായ നബി ഭക്തിമാരുടെ ഹൃദയങ്ങൾക്കും പരിശുദ്ധിക്ക് നല്ലതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. ആരോടാ പറയുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും അവിടുത്തെ സഹാബത്തിനോട് കൽപ്പിക്കുന്ന കാര്യമാണ്. അത്രമാത്രം വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു വീടുമായി ബന്ധപ്പെടുമ്പോ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോലും പാലിക്കപ്പെടേണ്ട മര്യാദ അതാണ്. എന്നാൽ ആ മര്യാദ ആരെങ്കിലും പാലിക്കുന്നുണ്ടോ? ഇന്നൊരാൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ വീട്ടിൽ സകല സ്ഥലത്തും കയറി നിരങ്ങുന്ന സ്വഭാവം പല ആൾക്കാർക്കുണ്ട്. ഇതൊക്കെ സംസ്കാരശൂന്യമായ കാര്യമാണ്. നമ്മൾ നോക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നോക്കാൻ പാടില്ല, നമ്മൾ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ല. അതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് എല്ലാ ഫിത്നകളും ദുനിയാവിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഫിത്ന ഇല്ലാതിരിക്കാൻ എന്ത് വേണം? ഈ പറഞ്ഞൊക്കെ നമ്മൾ നടപ്പാക്കണം. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആദാബുകളെ അതേപോലെ നമ്മൾ പരിരക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കേതായിരുന്നാലും ആ ഫിത്ന ഉണ്ടാവില്ല. യാതൊരു സന്ദേഹവും ആ കാര്യത്തിലില്ല. നമ്മുടെ വീടിനെ കുറിച്ച് നമ്മൾക്ക് ഈ ഒരു കാഴ്ചപ്പാട് ആണ് ഉള്ളത് എങ്കിൽ, നമ്മൾ സന്ദർശിക്കുന്ന വീടുകളെ കുറിച്ച് നമ്മുടെ അദബ് അതാണ് എങ്കിൽ നമ്മളേതായിരുന്നാലും ഫിത്ന ബാധിക്കൂല. അതല്ലാത്തവർക്ക് ബാധിക്കുന്നത് എന്തുകൊണ്ട്? ഈ പറയുന്ന ആദാബുകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ ലക്ഷ്യം, ദുനിയാവ് എങ്ങനെ പോകുന്നു, ദുനിയാവിന്റെ കൾച്ചർ എന്താണ്, അവൻ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത കാര്യം എന്താണ്, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അതൊന്നും നമ്മളെ ഭാഗമല്ല. നമ്മളെ ബാധിക്കുന്ന വിഷയം നമ്മൾ ദീനനുസരിച്ച് അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നതാണ്. അങ്ങനെ ജീവിച്ചാൽ ദുനിയാവ് നമുക്ക് സുരക്ഷിതമായി, എല്ലാത്തിനും ഉപരി ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന വിഷയത്തിൽ പണ്ടേ പലർക്കും അമാന്തം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, തറക്കന്നാസു സലാസ ആയാത്തിൻ, വിശുദ്ധ ഖുർആനിലുള്ള 3 ആയത്തുകൾ ആളുകൾ ഉപേക്ഷിച്ചു കളഞ്ഞു. ഫലം യഅമലു ബിഹിന്ന, അതനുസരിച്ച് മര്യാദയ്ക്ക് അവർ പ്രവർത്തിക്കുന്നില്ല. അതിലൊന്നാണെന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലയസ്തഅ്ദിനകുമുല്ലദീന മലക്കത്ത് അയ്മാനുകും എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം തികയാത്ത മക്കളോ 3 പ്രത്യേകമായ സന്ദർഭത്തിൽ അനുമതി ചോദിച്ചുകൊണ്ടേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഖുർആനിലെ ആയത്ത് നടപ്പാക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് അമാന്തം സംഭവിച്ചു. അത് അന്ന് തന്നെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കഥ എന്താ പ്രത്യേകിച്ച് പറയേണ്ടത്? ഇന്ന് കൾച്ചർ മാറിയല്ലോ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഇതെന്തിനാ പറഞ്ഞത്? അത് നടപ്പാക്കേണ്ട കാര്യമാണ്. നമ്മൾ നടപ്പാക്കിയില്ല പിന്നെ ആരാണ് നടപ്പാക്കാനുള്ളത്? നടപ്പാക്കിയിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം അതാണ്. 2ാമത്തെ ആയത്ത്, ഇദാ ഹളറൽ ഖിസ്മത ഉലുൽ ഖുർബാ വൽ യതാമാ വൽ മസാകിൻ, നമ്മൾ സ്വത്ത് വിഭജിക്കുന്ന സമയം, ഒരാൾ മരിച്ചു, അയാളുടെ സ്വത്ത് വിഭജിക്കുന്ന സമയത്ത് ആ സ്വത്തിന്റെ അവകാശികൾ ആരൊക്കെയാണെന്ന് ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവർക്കാണ് അതിന് അർഹതയുള്ള അവകാശമുള്ളത്. എന്നാൽ ആ സ്വത്ത് വിഭജിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്തേക്ക് ആരെങ്കിലും വന്നു, ഉലുൽ ഖുർബ, അടുത്ത കുടുംബക്കാരിൽപ്പെട്ട സ്വത്തിന് അവകാശമില്ലാത്ത ഒരാൾ വന്നു, അല്ലെങ്കിൽ യതീം വന്നു, അല്ലെങ്കിൽ മസാഖീൻ പാവപ്പെട്ടവരായ ആളുകൾ വന്നു എങ്കിൽ ഫർസുഖൂഹും മിൻഹാ, അതിൽ നിന്ന് അവർക്ക് ലേശം നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഖുർആന്റെ കൽപ്പനയാണ്. ആ കൽപ്പന ദുനിയാവിൽ ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിങ്ങൾ നടപ്പാക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലേതായാലും അങ്ങനെ നടപ്പാവുന്നില്ല. അത് അവകാശപ്പെട്ടവൻ ആരാ? അവന് കിടക്കുക. അവിടെ വരുന്നവരായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ഖുർആന്റെ കൽപ്പനയാണ്. പക്ഷെ നടപ്പാക്കപ്പെടുന്നില്ല. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അക്രമമായിട്ടുള്ളവൻ ആരാണ്? നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവനാണ്. അങ്ങനെ തഖ്വയുള്ളവരായ ആളുകൾക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്. മുസ്ലിമീങ്ങളായ ആളുകൾ തഖ്വയും വറവും ദീനും ഒക്കെ ഉള്ളവരായ ആളുകൾക്കാണോ പ്രാധാന്യവും മഹത്വവും കൊടുക്കുന്നത്? അല്ല, വേറെ പല ആൾക്കാർക്കാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്ത് നമ്മൾ നടപ്പാക്കുന്നില്ല. നടപ്പാക്കാതിരുന്നാൽ ആർക്കാ നഷ്ടം? നമുക്കാണ് നഷ്ടം.
നമ്മുടെ ദുനിയാവും നഷ്ടപ്പെടും, ആഖിറത്തും നഷ്ടപ്പെടും. അതല്ലേ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നടപ്പാക്കേണ്ട നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടി അല്ലാഹു തആല തന്നിട്ടുള്ള സംഗതികളാണ് എന്നൊരു ബോധം ആദ്യം നമുക്കുണ്ടായാലേ ഈ കാര്യങ്ങളിലൊക്കെ പരിവർത്തനങ്ങൾ എന്ന് പറയുന്ന സംഗതി ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. അതൊക്കെ നമ്മളാണ് നടപ്പാക്കേണ്ടത്, നമ്മളാണ് അത് ചെയ്യേണ്ടത്. അത് നടപ്പാക്കാൻ ആകാശലോകത്ത് ഇനി ആരും ഇവിടെ ഇറങ്ങി വരാനുള്ള ഇല്ല. നമ്മളത് പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലൂടെ നടപ്പാക്കി കൊണ്ടുവരികയും ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ദീനിയായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുകൊടുത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനത വ ഖിനാ അദാബന്നാർ.